പ്രാഗിന്റെ കൂടുതൽ വിശേഷങ്ങളുമായി പാർട്ട് 2 വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പ്രാഗ് ക്യാസിലെ കാഴ്ചകൾക്ക് ശേഷം നിങ്ങൾ വ്ളാച്ചാവ നദിയിലൂടെയുള്ള ഒരു ഈവനിങ് ക്രൂസിലാണ്. വൈകുന്നേര സമയത്ത് പ്രാഗിന്റെ ഭംഗി ഈ ക്രൂസിൽ നിന്ന് കാണാൻ വളരെ മനോഹരമാണ്. അതുകൊണ്ട് പ്രാഗ് വിസിറ്റ് ചെയ്യുമ്പോൾ ഈ ക്രൂസ് ആരും മിസ് ചെയ്യരുത്. ഇവിടെ വരുന്ന പ്രാഗ് നഗരത്തെ നോക്കുമ്പോൾ ഒരു പനോരമിക് വ്യൂവിൽ ഈ നഗരത്തിന്റെ പൗരാണികത കണ്ടതുപോലെയാണ് തോന്നുന്നത്. അങ്ങനെ ഈവനിങ് ക്രൂസ് കഴിഞ്ഞ് ഞങ്ങൾ നടന്നിപ്പോൾ രാത്രിയിൽ ചാൾസ് ബ്രിഡ്ജിൽ എത്തിയിരിക്കുകയാണ്. ഇതാണ് ചാൾസ് ബ്രിഡ്ജ്. ശരിക്കും ഇതൊരു അത്ഭുതം തന്നെയാണ് കേട്ടോ. ഏകദേശം 650 വർഷം പഴക്കമുണ്ട് ഈ പാലത്തിന്. ഇവിടുത്തെ ആൾക്കാരൊക്കെ പറയുന്നത് സൺസെറ്റ് സമയത്താണ് ചാൾസ് ബ്രിഡ്ജിന് ഏറ്റവും മനോഹരമായി കാണാൻ സാധിക്കുന്നതെന്നാണ്. അതൊരു സത്യം തന്നെയാണ് കേട്ടോ. ഇത് ചാൾസ് IV രാജാവിന്റെ സ്റ്റാച്യു ആണ്. ഈ മഹത്തായ ചാൾസ് ബ്രിഡ്ജ് പണികഴിപ്പിച്ചത് ഇദ്ദേഹമാണ്. എല്ലാവരും പൊതുവെ ഈ വലിയ ഗോത്തിക് ടവറിന്റെ ഭംഗി ആസ്വദിച്ചു പോകാറാണ് പതിവ്. എന്നാൽ ഈ ടവറിന് തൊട്ടടുത്ത് നമ്മൾ അധികം ശ്രദ്ധിക്കാതെ പോകുന്ന 2 ചരിത്ര വിസ്മയങ്ങളുണ്ട്. അതാണ് ഇവിടെ കാണുന്ന 2 ബറോക്ക് പള്ളികൾ. ഇതാണ് ഗ്രീൻ ഡോം ഉള്ള സെന്റ് ഫ്രാൻസിസ് ഓഫ് അസീസി പള്ളി. ഇതിന്റെ തൊട്ടു പിന്നിലായി അല്പം മറിഞ്ഞ് മറ്റൊരു പള്ളി കൂടിയുണ്ട്. അതാണ് സെയിന്റ് സാൽവറ്റർ പള്ളി. എന്തിനാണ് ഇത്ര അടുത്ത് 2 പള്ളികളും എപ്പോഴെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ? പണ്ടുകാലത്ത് ഇവ രണ്ടും പ്രശസ്തമായ ക്ലെമന്റീനൻ യൂണിവേഴ്സിറ്റിയുടെ ഭാഗമായിരുന്നു. സെന്റ് സാൽവറ്റർ പള്ളി അവിടുത്തെ വിദ്യാർത്ഥികൾക്കും അവരുടെ ചടങ്ങുകൾക്കും വേണ്ടി മാത്രമുള്ളതായിരുന്നു. അതേസമയം സാധാരണക്കാരായ നാട്ടുകാർക്ക് പ്രാർത്ഥിക്കാൻ വേണ്ടിയാണ് തൊട്ടടുത്ത് തന്നെ സെന്റ് ഫ്രാൻസിസ് പള്ളി പണിതത്. ചാൾസ് ബ്രിഡ്ജ് കടന്നു പോകുമ്പോൾ ആ ഗോത്തിക് ടവർ മാത്രം നോക്കി നിൽക്കാതെ അതിന്റെ പുറംഭാഗത്തുള്ള ഈ പള്ളികൾ കൂടെ ഒന്ന് കണ്ടു നോക്കൂ. നൂറ്റാണ്ടുകൾ പഴക്കമുള്ള ചരിത്രമാണ് അവിടെ നിങ്ങളെ കാത്തിരിക്കുന്നത്. അങ്ങനെ ഞങ്ങൾ ചാൾസ് ബ്രിഡ്ജ് പാലത്തിലൂടെ പതുക്കെ നടക്കുകയാണ്. ഈ പാലത്തിന്റെ ഇരുവശങ്ങളിലും നിങ്ങൾ കാണുന്നത് 30ഓളം ശില്പങ്ങളാണ്. ഇവിടെ കാണുന്ന ഓരോ ശില്പങ്ങൾക്കും ഓരോ വിശ്വാസമുണ്ട്. അതിൽ എന്നെ ഏറ്റവും ആകർഷിച്ചത് സെന്റ് ജോൺ ഓഫ് നെപ്പമുക്ക് എന്ന വിശുദ്ധന്റെ ശില്പമാണ്. ഈ ശില്പം തൊട്ടാൽ വീണ്ടും ഒരിക്കൽ പ്രാഗിലേക്ക് തിരിച്ചു വരാൻ ഭാഗ്യമുണ്ടാകുമെന്നാണ് പറയപ്പെടുന്നത്. നമ്മൾ ഇന്ന് നിൽക്കുന്ന ഈ ചാൾസ് ബ്രിഡ്ജിനെ പറ്റി രസകരമായൊരു കഥയുണ്ട്. ഇതിന്റെ പണി തുടങ്ങിയത് 1357 ജൂലൈ മാസം 9-ാം തീയതി രാവിലെ 5:31 ഇതെല്ലാം കൂടെ ചേർത്ത് വെച്ചാൽ 1, 3, 5, 7, 9, 7, 5, 3, 1 എന്നൊരു നമ്പർ കിട്ടും. ഇതൊരു പ്രത്യേകതരം നമ്പറാണ്. എങ്ങനെ വായിച്ചാലും ഒരേപോലെ ഇരിക്കും. പാലത്തിന് ഒന്നിനും തകർക്കാൻ പറ്റാത്ത ശക്തി കിട്ടാൻ വേണ്ടിയാണ് അന്നത്തെ ആളുകൾ ഇങ്ങനെ ഒരു സമയം തിരഞ്ഞെടുത്തത്. ഇത്രയും കാലം കഴിഞ്ഞിട്ടും ഈ പാലം ഇങ്ങനെ ഉറച്ചു നിൽക്കുന്നത് കാണുമ്പോൾ ആ വിശ്വാസം വെറുതെ അല്ല എന്ന് തോന്നിപ്പോകും. ഈ പാലം നൂറ്റാണ്ടുകളായി വെള്ളപ്പൊക്കങ്ങളും യുദ്ധങ്ങളും എല്ലാം കണ്ടതാണ്. എന്നിട്ടും എന്നും ഇത്ര ശക്തമായി ഇവിടെ നിലകൊള്ളുന്നു. അതുകൊണ്ടാണ് ചാൾസ് ബ്രിഡ്ജിനെ ഇത്രയേറെ ലോകശ്രദ്ധയെ ആകർഷിച്ചത്. അങ്ങനെ ഞങ്ങൾ ചാൾസ് ബ്രിഡ്ജ് കടന്ന് ലെസർ ടൗൺ, അതായത് മാലാസ്ട്രാനയിലേക്ക് എത്തുകയാണ്. ഇവിടെയാണ് പ്രാഗ് കാസിൽ സ്ഥിതി ചെയ്യുന്നത്. ഇന്നത്തെ വൈകുന്നേര കാഴ്ചകൾക്ക് ശേഷം ഇപ്പോൾ ഞങ്ങൾ തിരിച്ച് ഹോട്ടലിലേക്ക് മടങ്ങിയാണ്. നാളെ ഓൾഡ് ടൗണും അവിടുത്തെ വഴിയോര കാഴ്ചകളും കാണാം. ഞങ്ങൾ രാവിലെ തന്നെ ഹോട്ടലിൽ നിന്ന് ഇറങ്ങി പ്രാഗിന്റെ പ്രധാനപ്പെട്ട സ്ഥലത്തെത്തിയിരിക്കുകയാണ്. എന്താ തിരക്കല്ലേ? അതിന് പിന്നിൽ ഒരു കാരണമുണ്ട്. നമ്മളിപ്പോൾ പ്രാഗിന്റെ ഹൃദയമായ ഓൾഡ് ടൗണിലെ മാർക്കറ്റ് സ്ക്വയറിലാണ്. ഈ മാർക്കറ്റ് സ്ക്വയറിന് ഏകദേശം 900 വർഷത്തിലധികം ചരിത്രമുണ്ട്. ഒരു കാലത്ത് യൂറോപ്പിന്റെ വ്യാപാര ഹൃദയമായിരുന്നു ഈ സ്ഥലം. ഇന്നിപ്പോൾ ഇവിടെ ഇത്രയും ആളുകൾ വരാൻ പല കാരണങ്ങളുണ്ട്. ചിലർക്ക് ഈ നഗരത്തിന്റെ ഭംഗി ക്യാമറയിൽ പകർത്താനും, ചിലർക്ക് ഈ പഴയ കെട്ടിടങ്ങളുടെ ഭംഗി നോക്കി ആസ്വദിക്കാനും. ഇവിടെ നിൽക്കുമ്പോൾ ഒന്ന് ശാന്തമായി ചുറ്റി നോക്കാൻ തോന്നുന്നുണ്ട്. മുന്നിലേക്ക് ഒന്ന് നോക്കുമ്പോൾ ഗോത്തിക് സ്റ്റൈലിലുള്ള 2 ഉയരമുള്ള ടവേഴ്സ് കാണാം. അവയാണ് ആഡം ആൻഡ് ഈവ് ടവേഴ്സ്.
അത് ടൈം ചർച്ചിന്റെ ഗോപുരങ്ങളാണ്. വലതുവശത്തേക്ക് നോക്കുമ്പോൾ ബറോക്ക് സ്റ്റൈലിലുള്ള സെന്റ് നിക്കോളാസ് ചർച്ച് കാണാം. ഓരോ മണിക്കൂറും ഈ സ്ക്വയറിന്റെ ഒരു വശത്ത് നൂറുകണക്കിന് പേർ ആകാംക്ഷയോടെ ഒരുമിച്ച് കാത്തു നിൽക്കുന്ന ഒരു നിമിഷമുണ്ട്. പ്രാചീന ജനങ്ങൾക്ക് 600 വർഷമായി സമയത്തെയും ആകാശത്തെയും ജീവിതത്തെയും മരണത്തെയും ഒരുമിച്ച് ഒരു നോട്ടത്തിൽ കാട്ടിക്കൊടുത്തുന്ന അത്ഭുതം. അതാണ് പ്രാഗിലെ ആസ്ട്രോണമിക്കൽ ക്ലോക്ക്. ഇവിടെ ഓരോ മണിക്കൂറും ക്ലോക്കിലെ മണിയടിക്കുമ്പോൾ 2 ചെറിയ ജാലകങ്ങൾ പതുക്കെ തുറക്കപ്പെടുന്നു. അവിടെ നിന്ന് ക്രിസ്തുവിന്റെ 12 ശിഷ്യന്മാർ ഓരോരുത്തർ വരിവരിയായി കടന്നു പോകുന്നത് കാണാം. അതോടൊപ്പം താഴെ കാണുന്ന മറ്റു ചില പ്രതിമകളും ചലിക്കുന്നുണ്ട്. അവ ജീവിതം, മരണം, ലോഭം, സമയം ഇവയെല്ലാം ഓർപ്പിക്കുന്ന പ്രതീകങ്ങളാണ്. ഇത് വെറുമൊരു കാഴ്ചയല്ല. ജീവിതം എത്ര ചുരുങ്ങിയതാണെന്നും സമയം എത്ര വിലപ്പെട്ടതാണെന്നും ഒരു നിമിഷത്തിൽ ഓർമ്മിപ്പിക്കുന്നൊരു സന്ദേശം. ഒന്ന് ഓർക്കണം, ടെക്നോളജി ഒന്നുമില്ലാത്തൊരു കാലത്ത് ആകാശത്തെയും കാലങ്ങളെയും കണക്കിലെടുത്ത് ഇത്ര കൃത്യമായി ക്ലോക്ക് പണി കഴിപ്പിച്ചത് ആലോചിച്ചാൽ തന്നെ അത്ഭുതമാണ്. ഈ ക്ലോക്കിനെ കുറിച്ച് പ്രാഗിൽ ഇന്നും പറയപ്പെടുന്ന ചില വിശ്വാസങ്ങളുണ്ട്. ഈ ക്ലോക്ക് ഒരിക്കലെങ്കിലും നിശ്ചലമായാൽ പ്രാഗ് നഗരത്തിന് എന്തെങ്കിലും നാശം സംഭവിക്കും എന്നൊരു വിശ്വാസം. മറ്റൊരു പഴങ്കഥ, ഇതുപോലൊരു അത്ഭുതം മറ്റൊരിടത്തും റിപ്പീറ്റ് ആകരുത് എന്ന ഉദ്ദേശത്തോടെ ഈ ക്ലോക്ക് പണികഴിപ്പിച്ച ശില്പിയെ പിന്നീട് അന്ധനാക്കിയതാണെന്നൊരു കഥ. അതല്ല, അന്ധനാക്കിയതിന്റെ പ്രതികാരമായി ഈ ക്ലോക്ക് നിശ്ചലമാക്കാൻ ആ ശില്പി ഈ ക്ലോക്ക് ടവറിന്റെ അകത്തു നിന്ന് ക്ലോക്കിന്റെ എഞ്ചിൻ ഭാഗത്തേക്ക് ചാടിയതെന്നൊരു കഥയും ഇവിടുണ്ട്. ചരിത്രമാണോ കഥയാണോ എന്നറിയില്ല. പക്ഷേ 100 കണക്കിന് വർഷങ്ങൾ കഴിഞ്ഞിട്ടും ആൾക്കൂട്ടം ഇന്നും ഇവിടെ വന്ന് ഇങ്ങനെ കാത്തു നിൽക്കുന്നത് എന്നെ അത്ഭുതപ്പെടുത്തുന്നു. സമയം മാറിയാലും സമയം തന്നെ നോക്കി നിൽക്കാനുള്ള മനുഷ്യന്റെ ആ കൗതുകം മാറുന്നില്ല എന്നതിന്റെ ഓർമ്മപ്പെടുത്തലാകാം ഈ ക്ലോക്ക്. അങ്ങനെ ഞങ്ങൾ പ്രാഗിലെ ഷോപ്പിംഗ് സ്ട്രീറ്റിലുള്ള ചെറിയ കടകളൊക്കെ കയറി ഇറങ്ങി. അവിടെ ഞങ്ങൾ കണ്ട മനോഹരമായിട്ടുള്ള ആസ്ട്രോണമിക്കൽ ക്ലോക്കിന്റെ ചെറിയ മോഡൽസ് കാണാം. അതുപോലെ തന്നെ പലതരം ഹീറ്റ് ചെയിനുകൾ, മാഗ്നറ്റ്സ്, പ്രാഗിനെ ഓർമ്മപ്പെടുത്തുന്ന പലതരം സുവനീഴ്സ് കടകളിൽ അവൈലബിൾ ആയിരുന്നു. എന്നെ പ്രാഗിൽ വളരെയധികം ആകർഷിച്ച ഒന്നായിരുന്നു ചിമ്മി കേക്ക്. അതിനെ പ്രാഗിൽ ട്രെഡലിക് എന്നാണ് പറയുന്നത്. ഈ ചിമ്മി കേക്ക് ഉണ്ടാക്കുന്നത് വളരെ മധുരമുള്ള മാവ് എടുത്തിട്ട് അതിങ്ങനെ സ്റ്റിക്കുകൾ ഇങ്ങനെ ചുരുട്ടി അതിങ്ങനെ ബേക്ക് ചെയ്ത് നല്ല ക്രിസ്പ് ആകുന്നവരെ, അതുപോലെ അതിൻ്റെ അകത്ത് നല്ല സോഫ്റ്റ് ആകുന്നവരെ അത് ബേക്ക് ചെയ്തുകൊണ്ടേയിരിക്കും. ഇത് ഉണ്ടാക്കി കഴിഞ്ഞിട്ട് അതിൻ്റെ മേളിൽ നല്ല ടോപ്പിങ്സ് ആഡ് ചെയ്യും. ഫോർ എക്സാമ്പിൾ സിനമൺ, ചോക്ലേറ്റ്, കോക്കനട്ട്. ഇത് ശരിക്കും ഒരു മസ്റ്റ് ട്രൈ ആണ്, എസ്പെഷ്യലി വിൻ്ററിൽ. ഞങ്ങളിപ്പോൾ പ്രാഗ് ഓൾഡ് ടൗണിലെ സെന്റ് നിക്കോളാസ് ചർച്ചിലാണ്. ഇന്ന് സൺഡേ ആയതിനാൽ അല്പസമയം കുർബാനയിൽ പങ്കെടുക്കാൻ സാധിച്ചു. ഈ ചർച്ചിൽ മനോഹരമായ ക്രിസ്റ്റൽ ഷാൻഡലിയർ, പെയിന്റിങ്സ്, പിന്നെ ഗോൾഡ് കൊണ്ട് കവർ ചെയ്ത ആർട്ടിക്കിൾസും കാണാം. ഓൾഡ് ടൗണിലെ കാഴ്ചകൾ കണ്ടതിന് ശേഷം ഞങ്ങൾ ഡിന്നർ കഴിക്കാനായി ഒരു റെസ്റ്റോറൻറ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ ഞങ്ങൾ ഡിന്നർ കഴിഞ്ഞ് ഹോട്ടലിലേക്ക് പോകാൻ തുടങ്ങുമ്പം ഒരാഗ്രഹം, ഒരു പ്രാവശ്യം കൂടെ ആസ്ട്രോണമിക്കൽ ക്ലോക്കിൻ്റെ അടുത്ത് പോയാലോ. അങ്ങനെ ഞങ്ങൾ ക്ലോക്കിൻ്റെ അടുത്ത് പോയി കുറേ ഫോട്ടോസ് എടുത്തു. ഇന്ന് ഞങ്ങളുടെ പ്രാഗിൻ്റെ അവസാന ദിവസമാണ്. നാളെ ഞങ്ങൾ ബുഡാപെസ്റ്റിലേക്ക് പോവുകയാണ്. അങ്ങനെ അവിടെ കുറേ സമയം ചെലവിട്ടതിന് ശേഷം ഞങ്ങൾ ഹോട്ടലിലേക്ക് മടങ്ങുകയാണ്. ഞങ്ങൾ രാവിലെ എഴുന്നേറ്റ് ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞ് ഹോട്ടലിൽ നിന്ന് ചെക്കൗട്ട് ചെയ്തു. സ്റ്റേഷനിലേക്ക് പോകാൻ ടാക്സി നോക്കുമ്പോഴാണ് 8 മണി കിട്ടുന്നത്. ഇവിടെ ഭയങ്കര സ്നോഫോൾ, ഒരു ടാക്സി കിട്ടാനില്ല. ഞങ്ങൾ 2 പേരും ഊബർ വഴി ടാക്സി ബുക്ക് ചെയ്ത് നോക്കിയിട്ട് ഒരു രക്ഷയില്ല. അങ്ങനെ അവസാനം ഒരു 20 മിനിറ്റ് കഴിഞ്ഞപ്പോൾ ഒരു ടാക്സി കിട്ടിയ ടാക്സി കേട്ടെ ഡ്രൈവർക്കാണെങ്കിൽ 100 ഇംഗ്ലീഷ് അറിയത്തുള്ളൂ. ഞങ്ങൾക്കാണെങ്കിൽ ചെക്കും അറിയത്തില്ല.
അങ്ങനെ ഞങ്ങൾ ആദ്യമൊക്കെ കാണിച്ച് അയാൾ എങ്ങനെയൊക്കെയോ ഷോർട്ട് കട്ടൊക്കെ എടുത്ത് അവസാനം ട്രെയിൻ സ്റ്റേഷന്റെ അടുത്ത് എത്തിച്ചു. ട്രെയിൻ വരാൻ വെറും 10 മിനിറ്റ് ബാക്കിയുള്ളപ്പോഴാണ് ഞങ്ങൾ ട്രെയിൻ സ്റ്റേഷനിൽ എത്തിയത്. ഞങ്ങൾ വിചാരിച്ച് ട്രെയിനൊന്നും കിട്ടത്തില്ലായിരിക്കും, പക്ഷെ എന്തായാലും ട്രെയിനൊക്കെ കിട്ടി. ബുഡാപെസ്റ്റിലേക്കുള്ള യാത്രയിലാണ്. റീജിയോ ട്രെയിനിലാണ് ഞങ്ങൾ ബുഡാപെസ്റ്റിലേക്ക് യാത്ര ചെയ്യുന്നത്. ഏകദേശം 7 മണിക്കൂറാണ് യാത്രാ സമയം. ഞങ്ങൾ യാത്ര ചെയ്യുന്ന കോച്ചിൻ്റെ പേര് സ്റ്റാൻഡേർഡ് ആസ്ട്ര കോച്ചാണ്. ഈ കോച്ചിന് പ്രത്യേകതയുണ്ട്, കാരണം ഇതിൻ്റെ അകത്ത് ഇൻഫർടൈൻമെൻറ്റ് സിസ്റ്റം ഉണ്ട്. നമ്മൾ ഫ്ലൈറ്റിലൊക്കെ കാണുന്നത് പോലെ നമുക്ക് ഗെയിംസ്, മൂവീസ്, മ്യൂസിക്, അതുപോലെ ഇൻ്റർനെറ്റൊക്കെ ബ്രൗസ് ചെയ്യാവുന്ന ഒരു സിസ്റ്റമാണ്. പക്ഷെ ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കണം, ഈ ട്രെയിനിൽ ഇയർഫോൺ ഫ്രീ ആയി ലഭിക്കുന്നതല്ല. പക്ഷേ നമുക്ക് റീജിയോ ജെറ്റിൻ്റെ ആപ്പ് വഴിയായി ഓൺലൈനിൽ ഇയർഫോൺ പർച്ചേസ് ചെയ്യാവുന്നതാണ്. അതുപോലെ തന്നെ ഈ ട്രെയിനിൽ പാൻട്രി സർവീസസ് ഉണ്ട്. നമുക്ക് റീജിയോ ജെറ്റിൻ്റെ ആപ്പ് വഴിയായി ഓൺലൈനിൽ ഫുഡ് ഓർഡർ ചെയ്യാവുന്നതാണ്. അതിന് അവർ ബുക്ക്ലെറ്റ് നമുക്ക് സീറ്റിംഗ് നൽകുന്നതാണ്. ഞാൻ കമ്പയർ ചെയ്യുമ്പോൾ അവരുടെ പ്രൈസിങ് അല്പം ചീപ്പും റീസണബിളുമാണ്. ഇവരുടെ ഫുഡ് അത്യാവശ്യം നല്ലതായിരുന്നു. നമ്മൾ ഓർഡർ ചെയ്ത ഫുഡ് നമുക്ക് സീറ്റിൽ തന്നെ ലഭിക്കുന്നതാണ്. അങ്ങനെ ട്രാവൽ വിശേഷങ്ങൾ ഇവിടെ അവസാനിക്കുകയാണ്. ബുഡാപെസ്റ്റ് യാത്രാനുഭവങ്ങളുമായി ഒരു പുതിയ എപ്പിസോഡിൽ വീണ്ടും കാണാം.